രാവിലെ എണീറ്റിട്ട് എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് എണീറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റാറ്റസ് കാണാൻ നമുക്ക് കരച്ചിൽ വന്നു. എല്ലാവരും കുടുംബ വീട്ടിലും ടൂറിലൊക്കെയാണ്. ടൂറ് പാപ്പച്ചിട്ട് അടുത്ത് ചിലവാകില്ല. അല്ല, പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു ഐസ്ക്രീം വാങ്ങിത്തരാൻ കാല് പിടിക്കണം. ഞാൻ പല്ല് പോലും തേക്കാൻ നിൽക്കാതെ ആലോചന തുടങ്ങി. താറവാട്ടി പോകാം. അവിടെ നമ്മളെ പാപ്പച്ചിൻ്റെ ജ്യേഷ്ഠനായ എൻ്റെ സ്വന്തം മൂത്താപ്പയും ഫാമിലിയാണ്. രണ്ടും കീരിയും പാമ്പോയുണ്ട്. തമ്മ് കണ്ടാൽ ശരിയാവില്ല. അല്ലേലും എൻ്റെ മൂത്താപ്പ പിടിച്ച മൊയിലിന് 3 കൊമ്പാണെന്നേ. എന്നാലും ആൾക്ക് നമ്മളെ വലിയ കാര്യമാണ്. 3 മക്കളാണ് കക്ഷിക്ക്. മൂത്ത ആളൊക്കെ കെട്ടുകഴിഞ്ഞു, വീടൊക്കെ വെച്ച് മാറി. ബാക്കിയുള്ള 2 മൂത്ത സന്തതി അമീർക്കയും പിന്നുള്ളത് ആമിനെന്ന ആമിയാണ്. ആൾ എന്നേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണെങ്കിലും എന്നേക്കാളും വിവരം കുറവാകുന്നതാണ് എൻ്റെ സ്വന്തം അഭിപ്രായം. ബുദ്ധി ഇപ്പം എല്ലാവർക്കും ഒരുപോലെ കിട്ടുമോ? റിസൾട്ട് വരുമ്പോൾ കാണാം. അതുവരെ അവരുടെ കൂടെ അടിച്ചു പൊളിക്കാം. സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കും ഞാൻ. എല്ലാം കണ്ട അന്തം പെണ്ണം. ഞാനങ്ങനെ നടന്ന് കുറേ സ്വപ്നം കണ്ടു. ഇനി അത് ഒറിജിനലായിട്ട് നടക്കാനേ സോപ്പിട്ട് വീഴ്ത്തണിൻ്റെ ബാപ്പച്ചിയെ. ബാപ്പച്ചി, ഞാൻ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അലറി പൊളിച്ചുകൊണ്ട് താഴേക്ക് ഓടി വന്നു. ഇന്നലെ ഞാൻ പാട്ട് വെച്ച സബ് പോയി. അതും തോണ്ടിക്കൊണ്ടാണല്ലോ മൂപ്പര് ഇരിപ്പ്. പാതിക വിളിച്ചാൽ മതി. ഇതുവരെ ആയിട്ട് എൻ്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ബാപ്പച്ചി, ഞാനൊരു സ്വപ്നം കണ്ടു. അത് കേട്ടപ്പോൾ തന്നെ മൂപ്പര് പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിൽ നമുക്കതാ സ്വപ്നം കണ്ടൂടെ? എനിക്കറിയാം നീ എന്താ കണ്ടതെന്ന്. ഇന്നലെ നീ പട്ടിയെന്ന് വിളിച്ചവൻ നിന്നെ തല്ലിക്കാണൂലേ? അല്ല, മനസ്സിലിപ്പോ ഇതാണല്ലേ. സ്വന്തം മോൾക്ക് വല്ലവനെ തല്ലിക്കിടന്നോർത്ത് ചിരിക്കുന്നത് കണ്ടില്ലേ? അല്ലേ? എങ്കിൽ പിന്നെ നീ ഇരട്ട പറ്റുന്നാണോ? അല്ല എൻ്റെ പാപ്പ, നിങ്ങൾ എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഞാൻ അതൊന്നുമല്ല സ്വപ്നം കണ്ടത്. എന്നാ നീ തന്നെ പറ. ഞാൻ തോറ്റു. ഞാൻ ബാപ്പച്ചിയുടെ തറവാടിലേക്ക് പോണത്. ഓ, ബാപ്പയും മൂത്താപ്പയും ഞങ്ങളെ നീന്തൽ പഠിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. നമുക്ക് അവിടെ പോകാം ബാപ്പച്ചി. പ്ലീസ് ബാപ്പച്ചി. നല്ല ബാപ്പച്ചിയല്ലേ? നീ ചെറിഞ്ഞു വന്നപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ ഇടങ്ങേറാണെന്ന്. ഞാൻ വരുന്നില്ല, നീ വേണേ പോയിക്കോ. രോഗി ഇച്ഛിച്ചതും അത് തന്നെയാണല്ലോ. താങ്ക്സ് ബാപ്പച്ചി. ഉമ്മ. ഞാൻ ബാപ്പച്ചിക്ക് പല്ല് തേക്കാത്ത വായും വെച്ചിട്ട് ഉമ്മയും കൊടുത്ത് അകത്തേക്ക് കൂടി എല്ലാം ബാഗിൽ പെറുക്കി കൂട്ടി. അല്ല, ഞാനങ്ങോട്ടാ പോകുന്നേ? മൂത്താമ്മന്റെ തറവാട്ടില്. അല്ല, അമ്മീൻ്റെ കൂടെ പൊളിക്കാൻ. അമ്മയ്ക്ക് എല്ലാം പൊടിക്കാതെ നോക്കണം. അതിനെ വല്ല കൊട്ടേഷൻ അങ്ങനെ കൊടുത്ത് ഒതുക്കിയാലോ? അല്ലേ വേണ്ട, അങ്ങോട്ട് പോയി ചൊറിഞ്ഞാലേ മാന്തു. അതും ആലോചിച്ച് ഞാൻ കുളിയും പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി റെഡിയായി. അമേരിക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ നാട്ടിലുണ്ട്. അപ്പൊ പിന്നെ സുന്ദരിയാവണ്ടേ? ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം അമേരിക്ക തന്നെ കോളാക്കും. കുറെ സെൽഫി ഒക്കെ എടുത്ത് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരെയും അറിയിച്ചു. ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ബാഗ് 2 ജീവികൾ റെഡിയായി നിൽക്കുന്നത് കണ്ടത്. നിങ്ങളും വരുന്നുണ്ട് ബാപ്പച്ചി? ഞാൻ മാത്രല്ല, എൻ്റെ ഉമ്മയുണ്ട്. കുറെ ആയില്ലേ അവരൊക്കെ കണ്ടിട്ട്. ഒരു ദിവസം അവരുടെ കൂടെ സന്തോഷിക്കാൻ നീ. എൻ്റെ അമ്മോ, എല്ലാം തകർന്ന് താരിപ്പണായാലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോലും ഇതാണുള്ള അവസ്ഥ. നിങ്ങൾ വേണമെങ്കിലേ 2 ദിവസം കൂടി തിരിച്ചു പോന്നോ. ഞാൻ റിസൾട്ടൊക്കെ അതിന് തീരുമാനിക്കാം വരണോന്ന്. അതെന്താ അങ്ങനെ? ഓ, നമ്മളെ ബാപ്പച്ചിക്ക് അല്ലെങ്കിൽ ആസ്ഥാന സംശയമാണ്. അതോ തോറ്റു നെങ്ങാനും കണ്ട അമീർ ഇവളെടുത്ത് പുറത്തിടും. അതേ മുന്നേ ചാടി പോരുന്ന നിങ്ങളെ മോൾ ഉദ്ദേശിച്ചത്. ഉമ്മച്ചി നമ്മളെ മനസ്സിലിരിപ്പ് അതേപടി വിളിച്ചു പോയി. ഞാൻ പിന്നെ കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കാതെ മുന്നിലിറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടക്കാനുണ്ട്. നമ്മൾ ബാഗെല്ലാം ബാപ്പച്ചിയുടെ തോളിൽ വെച്ച് കൊടുത്തിട്ട് എല്ലാം ഫോട്ടോ എടുത്ത് നടന്നു. അല്ല, ഇതാര്? അകത്തേക്ക് വാ. എന്തൊരു മുന്നറിയിപ്പില്ലാതെ. മൂത്തമ്മ ഡോർ തുറന്ന് ചോദിക്കുന്നത് കേട്ട് നമ്മൾ അകത്തേക്ക് കയറി. ഉമ്മച്ചി എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മ എവിടെ? അവള് ബാപ്പച്ചിക്ക് വെള്ളം കൊടുക്കാമെന്നും പറഞ്ഞ് വയലിലോട്ട് പോയിട്ടുണ്ട്. അമീരാണെങ്കിൽ ഇന്ന് ലീവാണെന്നും പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ പോയി. അവൻ ഇവിടെ എവിടെയെങ്കിലും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും. ഇത്രയും ദൂരം വന്നിട്ട് എന്നെ ഒന്ന് നോക്കാൻ ആരുമില്ലേ? ഞാൻ പോയി അവരെ നോക്കട്ടെ. ഏതാ റൂട്ട്? നേരെ പോയാൽ മതി. ഞാനത് പറഞ്ഞു കേട്ടൻ ചാടി ഇറങ്ങി. വളഞ്ഞ വഴി മതിയായിരുന്നു. നേരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴി കണ്ട് ഞാൻ ആദ്യമൊക്കെ സ്പീഡിൽ നടന്നു. നടന്ന് നമ്മളിപ്പോൾ ആരെങ്കിലും ഒന്ന് തള്ളിയാൽ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ള അവസ്ഥയായി. പുല്ല്, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. തിരിച്ചു പോകണോ മുന്നോട്ട് പോകണമെന്ന് കൺഫ്യൂഷനായി നമ്മൾ അവിടെ ഇരുന്നു. പോകാനാണെങ്കിൽ വന്ന വഴി ഓർക്കുമ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാലെന്ന ചിന്ത വരെ വന്നു. എന്നെ പറ്റി ആ ഷെമി മുന്നേ പറഞ്ഞതാണ്, ഞാൻ എവിടെ പോയാലും പട്ടി ചന്തക്ക് പോയ പോലെയാണെന്ന്. സത്യമാണല്ലോ പഠിച്ചോനെ. ക്ഷീണൊക്കെ തീർത്ത് നമ്മൾ വീണ്ടും എണീറ്റ് നടന്നു. അപ്പൊ ദേവരുന്ന് അവള് കണ്ടപ്പോ തന്നെ നമ്മൾ ഓടിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ചു. അവളിനെ തല്ലിയതാണോ അതെന്റെ തല പൊട്ടി തെറിച്ചതാണോ? കുറെ നേരത്തേക്ക് ഒരു മൂളിൽ മാത്രമേ കേട്ടുള്ളൂ. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അപ്പൊ ദേ കിടക്കുന്ന ഒരു ബോള്. അപ്പൊ ഇത് വന്ന് വീണതാണോ? ഞാൻ എണീറ്റിരുന്ന് എന്റെ തല 4 വടം തൊട്ടു നോക്കി. എടി ഒന്ന് നോക്കിക്കേ, എന്റെ തല അതേപോലെ തന്നെ ഉണ്ടല്ലോ എന്ന്. എവിടെയെങ്കിലും പൊട്ടി അതിന്റെ തലച്ചോറ് പുറത്തേക്ക് വന്നിട്ടുണ്ടോ നോക്കിയടി.
നീ എന്താ ഇവിടെ? എന്റെ തല പോയപ്പോഴാണോടി നിന്റെ അമ്മൂമ്മയുടെ അല്ലേ? വേണ്ട, നീ എന്നെ നോക്കടി. ഓ, അതൊരു ബോളാണ്. അതുകൊണ്ട് തലച്ചോറൊന്നും പുറത്തേക്ക് വരില്ല. വേണിലകത്തുള്ള ചെളി വരും, അതല്ലേ ഉള്ളൂ. എടി, വീട് കത്തുമ്പോ വാഴ വെട്ടാൻ നിൽക്കാതെ ഏത് മോനടി എന്നെ ഈ കോലത്തിലാക്കിയെന്ന് നോക്കടി. ഓ, അത് അമീർക്കയും ഫ്രണ്ട്സ് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നതാ. വരാനുള്ളത് വഴി തങ്ങില്ല. വന്നതൊന്നുമല്ല, ഞാൻ നടന്ന് വന്ന് വാങ്ങിയതാണ്. നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കി, വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ കോപ്പനെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ? അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയനെ. പെണ്ണ് നല്ല സമയമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എങ്ങാണ്ടോ കിടക്കുന്ന നമ്മള് ഓളെ തലമണ്ടക്ക് കിട്ടേണ്ട ബോൾ ഏറ്റുവാങ്ങാൻ വരുമോ? ഞാൻ ബോളും കൈയെടുത്ത് അങ്ങോട്ട് പോയതും ആമീർ ഖാനെ കണ്ടു. മൈൻഡ് ചെയ്യാതെ ബാറ്റുള്ള ആളെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരേറെ അവന്റെ തല നോക്കി കൊടുത്തില്ലെങ്കിലേ സമാധാനം കിട്ടില്ല. ഡേയ്, നീ എന്താ ഇവിടെ? ആ ബോളിങ് ഇതാ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ ബാറ്റ് ആരെ കയ്യിലാണെന്ന് നോക്കിയതും ഒരുത്തൻ ബാറ്റുമായി നിൽക്കുന്നത് കണ്ടു. നമ്മൾ പല്ല് കടിച്ച് പിടിച്ച് അടുത്തേക്ക് ഇങ്ങ് നടന്നു. അടുത്തെത്തിയതും ആൾ അതേ സ്പോട്ടിൽ തിരിഞ്ഞു നിന്നതും ആളെ മോന്ത കണ്ട് ഞാൻ പകച്ച് പണ്ടാരാണെങ്കിൽ സ്റ്റെക്കായി നിന്നു. ഇതിലും ഭേദം മേറ് കൊണ്ടപ്പാടെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇരുന്ന് വാങ്ങിയൊരു ശീലായി പോയല്ലോ. നീ എന്താടി ഇവിടെ? അത് ഞാൻ ബോള്. നീ ബോളോ? അതല്ല, ഇയാൾ ബാറ്റ് ചെയ്തപ്പോ ആ ബോള് വന്ന് വീഴുന്നത് എന്റെ തലയിലാ. ഓഹോ, അല്ലെങ്കിൽ നിനക്ക് ഏറിന്റെ കുറവുണ്ടായിരുന്നു. ആ കുറവ് ഏതായാലും നികത്തി. ബോൾ നിന്ന് മര്യാദക്ക് മാറി നിൽക്ക്, അല്ലെങ്കിൽ ഇനിയും കിട്ടും. ആ, അല്ലെങ്കിൽ എനിക്കിപ്പോ നല്ല ബെസ്റ്റ് ടൈമാ. അജു, നിനക്ക് ഇവളെ അറിയോ? അമീർക്ക് വന്ന് ചോദിച്ചതും വീണ്ടും ഞാൻ ഞെട്ടി. അറിയോന്നോ? ഞാൻ നിന്നോട് പറയാനുള്ള വട്ടുകേസായി നിൽക്കുന്നത്. ഇവളെന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ പോകുന്ന തോന്നേ. അല്ലെങ്കിൽ വീടിന്റെ മുന്നിൽ വരുമോ? ഓഹോ, ഇവളാണത്. ഇതെന്റെ പെങ്ങളായി വരും. എന്റെ തോളിൽ കൈയിട്ട് പറഞ്ഞതും ഞാൻ എളിഞ്ഞു നിന്ന് അങ്ങനെ നോക്കി. പക്ഷേ ഇതിനാരെ സ്വഭാവമാണ് കിട്ടിയേ? നിന്റെ അമ്മായിയപ്പന്റെ. മനപ്പുറം ബോൾ എടുത്തതാണല്ലോ എന്റെ തലയിൽ. കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് ഞാൻ ആ ബോൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഡി എന്ന് അവന്റെ അലച്ച കിടന്നും പിന്നിൽ കണ്ട ചെളിയിലേക്ക് അവനെ പിടിച്ച് തള്ളി നമ്മൾ ജീവനും കൊണ്ട് ഓടി. ഹാഹാ, ഇപ്പൊ എന്താ ആശ്വാസം. കുറെ ഓടിയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. വളഞ്ഞ വഴിയാണിതെന്ന്. ഇനി ഓടി അത്രയും ഞാൻ നേരെ വഴിയിൽ കൂടി പോകേണ്ടി വരുമല്ലോ പടച്ചോനെ. അല്ല, എന്റെ ആമി എവിടെ? ഓ, അവൾക്ക് വീട്ടിലെത്തി കാണൂലേ. അതും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് മൂത്താപ്പ തലയിൽ ഒരു കെട്ടം കെട്ടി വരുന്നത് കണ്ടത്. സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയെങ്കിലും ഇനി മൂത്താപ്പാക്കുള്ളത് കൂടി വാങ്ങാൻ എൻ്റെ തലക്ക് ത്രാണില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ആ, നീയാ? മോളെന്ത് ഇവിടെ? എപ്പോ വന്നു? നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നേ? എന്നെ കണ്ടപ്പാട് അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അതൊക്കെ വലിയ കഥയാണ് എന്നെ മൂത്താപ്പ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. എനിക്കിപ്പോ നല്ലോണം തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വരണ്ടിരുന്നില്ലെന്ന്. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? നാമിയൊക്കെ ചീത്ത പറഞ്ഞു, ബോൾ എറിഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. നീ വാ മോളെ. അങ്ങനെ ചെയ്തെങ്കിൽ അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. മൂത്താപ്പ എന്നെ ചേർത്ത് പിടിച്ച് നടന്നു. ആ അജ്ജു എന്നെ കുറിച്ച് ആമിക്കയോട് പറഞ്ഞ സ്ഥിതിക്ക് എന്നാണ് ഉപദേശിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഉപദേശം അങ്ങേര് കേട്ട് നന്നാവട്ടെ. അല്ല പിന്നെ നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ വലത് തോളിലും ആമിയെ ഇടത് തോളിലിട്ട് ഞാൻ ഈ വഴി എത്ര തവണ പോയിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പൊ നീയൊക്കെ വളർന്നു വന്നപ്പോ നമ്മളൊന്നും വേണ്ട. അങ്ങേരുടെ വിഷമം പറഞ്ഞു. അതല്ല ഞാൻ മൂത്താപ്പയെ കാണുന്നു പറഞ്ഞ് കരഞ്ഞ് ഉമ്മച്ചി ഒപ്പിച്ചൊക്കെ കൂട്ടി വന്നത്. അത് പറഞ്ഞ് സോപ്പിട്ട് പതപ്പിക്കാൻ നോക്കുമ്പോഴാണ് കാല് വല്ലാതെ കടച്ച് നമ്മൾ നിന്നത്. മൂത്താപ്പ, ഇങ്ങളെന്നെ കൊച്ചുനാളിലെടുത്ത് ഈ വഴി നടന്നില്ലേ? അതുപോലെ എന്നെ ഇപ്പൊ എടുക്ക് നടക്കോ? എന്റെ കാല് വയ്യ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഓട്ടാ. എടി, നീ ഇപ്പൊ 19 കിലോ കാണും. നിന്നെ പൊക്കിയിട്ടുണ്ട് എന്റെ നടുവിൽക്കാനല്ലേ? ഇല്ല മുത്താപ്പ, ഞാൻ 48 ഉള്ളൂ. ഇവിടുന്ന് പോകുമ്പോ അത് 50 ആക്കണം. ഇന്നൊന്ന് എടുക്കുവോ? ഞാൻ കുനിഞ്ഞെന്ന് മുട്ട് രണ്ടു പിടിച്ചു. അമ്മാതിരി ക്ഷീണണ്ടേ. എന്റെ അവസ്ഥ കണ്ട് മൂപ്പർക്ക് ഒറ്റ വഴിയേ കണ്ടുള്ളൂ. ഒരു പട്ടെടുത്ത് നമ്മൾ അതിലെത്തി വലിച്ചു നടന്നു. പണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ കുറെ കൊണ്ടു നടന്നിട്ടുണ്ടേ. അങ്ങനെ വീണ്ടും സെന്റ് എടുത്ത് തുടങ്ങി. ഞാനാണെങ്കിൽ അങ്ങനെ സുഖിച്ചിരുന്നു. എന്റെ മൂത്താപ്പ, എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നെ കൂടെ നന്നായി പാലിക്ക്. ഇനി ഞാൻ മറക്കില്ല. ഒരു പാട്ട് കൂടി പാടോ, എനിക്ക് എപ്പോഴും ഓർക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഏത് വാഹനത്തിൽ കയറിയാലും പാട്ട് കേട്ടോണ്ടിരിക്കാൻ രസമാണ്. ഇതിപ്പോ ഫോണ് കയ്യില്ലാത്ത സ്ഥിതിക്ക് അങ്ങേര് പാടട്ടേ. നീ ആളൊന്ന് മൂളി വിയർപ്പൊക്കെ തുറച്ച് വീണ്ടും വലിച്ചു തുടങ്ങി. നമ്മളെ ക്ഷീണൊക്കെ പോയി. എങ്കിലും എണീറ്റ് നടക്കാനൊരു മടി. വീടെത്തി എന്നെ അവിടെ ലാൻഡ് ചെയ്ത് മൂപ്പര് തിണ്ണി കയറിയിരുന്നു. പക്ഷിക്ക് നല്ല ക്ഷീണുണ്ട്. 52 കിലോ അല്ലേ വലിച്ചു തൂക്കി വന്നത്. മൂത്തു, ദേ കുടിക്കാൻ 2 ഹോർലിക്സിങ് എടുത്തേ, ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണുണ്ടേ. ഞാൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ് മൂത്താപ്പയുടെ അടുത്തായിരുന്നു. നിനക്കെന്തിനാ ക്ഷീണം? ഞാനല്ലേ നിന്നെ ഇതുവരെ കൊണ്ടുവന്നത്. അങ്ങനെ പറയല്ലേ മൂത്താപ്പ. ഇങ്ങക്ക് അറിയോ,
ഇവിടെ വന്ന് ഞാൻ ആദ്യം നോക്കിയത് നിങ്ങളെയാ. നിങ്ങൾ അനിയനായ എന്റെ ബാപ്പച്ചി വരെ മൂത്താപ്പയെ കാണാനാ ഞാൻ അത്രയും ദൂരം വന്നത് തന്നെ. എന്നിട്ടിപ്പോ പറയുന്നത് കേട്ടില്ലേ? ആളിത്തിരി സെന്റ് ആയതുകൊണ്ട് വീണു. എന്റെ സങ്കടത്തിൽ പങ്കുചേർന്നു. ഞാനെങ്ങാനും ഇങ്ങനെ കുറിച്ച് ചോദിച്ചില്ലെന്ന് അറിഞ്ഞാ പിന്നെ പറയണ്ടെന്നേ. ഞാനങ്ങനെ ഹോർലിക്സ് ഒക്കെ കുറിച്ച് ഉഷാറായിട്ട് ഇരിക്കുമ്പോഴാ നമ്മളെ ബാപ്പച്ചയും കൊണ്ട് അമീക്ക വരുന്നത് കണ്ടത്. ഇങ്ങനെ നമ്മളെ ബാപ്പച്ചയും കൂട്ടി എവിടെയാണ് പോയത്? എന്നെ പറ്റി പറയാനാവൂ?